ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കില്ലേ? നമ്മുടെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ ഒരു നൈറ്റ് റൂട്ടീനാണ് കേട്ടോ ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത്. വൈകുന്നേരങ്ങളിൽ നമ്മളിവിടെ എന്തൊക്കെയാണ് പരിപാടി എന്നുള്ളതാണ് കേട്ടോ നിങ്ങളിന്ന് കാണിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല, എല്ലാവരും വീട്ടിലുള്ളതുപോലെ തന്നെ ഞങ്ങളിപ്പോൾ ഇവിടെ 4 പേരാണുള്ളത്. ഉണ്ണികളുടെ കാര്യങ്ങൾ ചെയ്യുക, വീട്ടിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, എല്ലാ വീടുകളിലും സാധാരണ എന്തൊക്കെയായിരിക്കും അതുപോലെയൊക്കെ തന്നെ. അപ്പോൾ കല്യാണി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുറുമ്പുകളൊക്കെ എടുത്ത് ഇങ്ങനെ നടക്കും. പിന്നെ ഞങ്ങൾ വേഗം ഭക്ഷണം കഴിക്കും കേട്ടോ. കണ്ണന് കല്യാണിക്കും നേരത്തെ കൊടുക്കും, ഞാനും നേരത്തെ കഴിക്കും. ഒരു 7 മണി 7:30-ക്കുള്ളിലൊക്കെ ഞങ്ങളുടെ ഫുഡിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ചേട്ടൻ 8 മണി കഴിയാണ്ട് ചേട്ടൻ ചോറൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ 3 വേഗം ഭക്ഷണമൊക്കെ കഴിക്കും. പിന്നെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ, പാത്രങ്ങൾ ഒരുപാട് കഴുകാനുണ്ടാവും. കണ്ണന് ഫുഡ് ഉണ്ടാക്കുന്നത് തന്നെ ഇപ്പം നമ്മൾ പഴമൊക്കെ പുഴുങ്ങുകയാണെങ്കിൽ കുക്കറും മിക്സിയൊക്കെ എപ്പോഴും കഴുകാനുണ്ടാവുന്ന സംഭവങ്ങളാണ് കേട്ടോ. മിക്സീൻ്റെ ജാറൊക്കെ അത് നമ്മൾ എന്ത് വേവിച്ച് കഴിഞ്ഞാലും പിന്നെ അത് മിക്സിയിൽ അടിക്കണമല്ലോ. അപ്പോൾ ജാറൊക്കെ എപ്പോഴും ഉണ്ടാവും കഴുകാനായിട്ട്. ജാറും കുക്കറും കഴുകി എൻ്റെ കുക്കറുകളൊക്കെ വേഗം കേടാവും. കാരണം ഇവനിങ്ങനെ പൊടിയരി കഞ്ഞിയാണെങ്കിലും പഴം പുഴുങ്ങാനാണെങ്കിലും എന്തൊക്കെയാണെങ്കിലും നമ്മളിങ്ങനെ വേവിച്ച് ഒക്കെ എടുക്കാനൊക്കെ കുക്കർ എപ്പോഴും യൂസ് ചെയ്യുമല്ലോ. അതുപോലെ മിക്സിയും അതെ എപ്പോഴും ഉണ്ടാവും. പിന്നെ അവന് ഓരോ പ്രാവശ്യം ഭക്ഷണം കൊടുക്കുമ്പോഴും ഫുഡ് എടുക്കുന്ന പാത്രം, ഗ്ലാസ്, മുഖം കഴുകാൻ വേറെ വെള്ളം, അങ്ങനെയൊക്കെ ആകുമ്പോഴിങ്ങനെ പാത്രങ്ങൾ ഇഷ്ടം മാതിരി ആയിരിക്കും. അപ്പോൾ വൈകുന്നേരം ഇപ്പോൾ നമ്മൾ ചായ കുടിച്ച് കഴിഞ്ഞിട്ടൊക്കെ കഴുകി വെച്ചിട്ടുണ്ടെങ്കിലും വൈകുന്നേരം കിടക്കുന്നതിലും മുൻപ് അത്യാവശ്യം കുറേ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടാവും. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പിന്നെ കുറച്ച് പരിപാടികളൊക്കെ പിന്നെ ബാക്കി ഉണ്ടാവുള്ളൂ. പിന്നെ നൈറ്റ് അങ്ങനെ വെറുതെ ഇരുന്നിട്ട് ഇപ്പോൾ ആദ്യം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എൻ്റേതായ കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ സമയം കണ്ടെത്താറൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് അങ്ങനെ ഞാനൊന്നും അങ്ങനെ എക്സ്ട്രാ ചെയ്യൽ വളരെ കുറവാണ്. ഭക്ഷണം കഴിച്ച് മക്കളുടേതായ കാര്യങ്ങൾ കഴിഞ്ഞ് പല്ലൊക്കെ തേപ്പിക്കുക, 2ആളെയും പല്ല് തേപ്പിക്കണം, എനിക്ക് പല്ല് തേക്കണം. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു 8-8:30 ആകുമ്പോഴേക്കും പിന്നെ അവർ ഉറക്കാനായിട്ട് കൊണ്ടുപോകും. അവരുറക്കാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആദ്യം എന്നൊക്കെ പറഞ്ഞാൽ അവർ ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാലും എനിക്ക് എൻ്റേതായ എന്തെങ്കിലും കാര്യം ചെയ്യാണ്ടെങ്കിൽ ഞാൻ റൂമിൽ നിന്ന് വെളിയിൽ വന്നിട്ടാണെങ്കിലും ഞാൻ ചെയ്യാറുണ്ട് അത്. പക്ഷെ ഇപ്പം അവരെ ഉറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരോടൊപ്പം തന്നെ ഞാനും കിടന്ന് ഉറങ്ങും കേട്ടോ. അങ്ങനെയൊക്കെ തന്നെ അവർ 8-8:30 ആകുമ്പോഴേക്കും ഉറങ്ങും. ഞാൻ ചിലപ്പോൾ ഒരു 9:30-10 മണിയാകുമ്പോഴേക്കും പിന്നെ ഞാനും കിടന്നുറങ്ങും. അപ്പോൾ കണ്ണന് ഈ വൈകുന്നേരത്തെ മരുന്ന് കൊടുക്കലും പല്ല് തേപ്പിക്കലെന്നും പറഞ്ഞ് ഇത്തിരി പ്രശ്നമുള്ള കാര്യം. പല്ല് തേക്കുന്നത് ചില സമയത്ത് ഇഷ്ടമല്ല അവന് എന്ന് കരുതിയിട്ട് നമുക്ക് പല്ല് തേപ്പിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ മരുന്ന് കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ പല്ല് തേപ്പിക്കുള്ളൂ. അപ്പോൾ പിന്നെ പിന്നെ നേരം വെളുക്കുന്നത് വരെ ക്ലീനായിട്ടിരിക്കും. പിന്നെ ആൾ ഇടയിൽ എണീറ്റ് വെള്ളം കുടിക്കലോ വേറെ എന്തെങ്കിലും അങ്ങനത്തെ ഒന്നുമില്ല. ആളിപ്പോൾ കിടന്നുറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പം നാളെ നേരം വെളുക്കുമ്പോഴേ എണീക്കുള്ളൂ. ഇടയിൽ എണീക്കുന്ന പരിപാടികളൊന്നുമില്ല. അതിങ്ങനെ എന്താ പറയുക, ഭയങ്കര വല്ല ഒച്ചകൾ കേൾക്കുക, കറണ്ട് പോവുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴാണ്. ഫാൻ നിൽക്കാൻ പാടില്ല കേട്ടോ, അത് നിർബന്ധമാണ്. ഫാൻ എങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ ലൈറ്റ് ഓഫായി കഴിഞ്ഞാൽ ചെറിയ സീറോ ബൾബിൻ്റെ വെളിച്ചില്ലാണ്ട് അവന് കിടക്കില്ല. അപ്പോൾ അങ്ങനെ ലൈറ്റ് ഫാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ ആൾ എങ്ങനെയാണ് കണ്ണ് തുറക്കുന്നതെന്ന് അറിയില്ല. അല്ലെങ്കിൽ പിന്നെ നേരം വെളുക്കുമ്പോഴേ പിന്നെ കണ്ണ് തുറക്കുള്ളൂ. അപ്പോൾ പിന്നെ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഞാൻ വെള്ളമൊക്കെ കൊടുത്തിട്ട് പോവും. പിന്നെ പല്ല് തേപ്പിക്കുന്ന സമയത്ത് അതാണ് ആ ലഹള കാണുന്നത്. മിക്ക ദിവസവും അങ്ങനെ തന്നെ. വൈകുന്നേരങ്ങളിൽ പല്ല് തേപ്പിക്കുമ്പോൾ ഇത്തിരി പ്രശ്നമാണ്. അപ്പോൾ പിന്നെ അവൻ കരയുന്നത് കാണുമ്പോഴേ അവന് വല്ലാണ്ട് അങ്ങോട്ട് കൊഞ്ചിച്ച് ഉണ്ണി കരയല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ വാശി കൂടെയുള്ളൂ. ഞാൻ പിന്നെ ഒന്നും വലിയ മൈൻഡാക്കാണ്ട് പല്ലൊക്കെ തേപ്പിച്ച് ആളുടെ അടുത്തിൽ കൊണ്ടുവന്ന് കിടത്തും. അപ്പോൾ പിന്നെ ആൾ വേഗം കരച്ചിലൊക്കെ നിർത്തും. അല്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഭയങ്കര വാശിയൊക്കെ ആയിരിക്കും. എന്നാലും കണ്ണൻ എനിക്ക് തോന്നുന്നു അങ്ങനെ വലിയ കുറുമ്പും കാര്യങ്ങളൊന്നും ഉള്ള ഒരാളൊന്നും അല്ല കേട്ടോ കണ്ണൻ ഇങ്ങനെ അവനെന്തെങ്കിലും പല്ല് തേക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. നമ്മളാണെങ്കിലും കൈ കൊണ്ട് ക്ലീൻ ചെയ്യുമ്പോഴും ഒക്കെ അവന് ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും തോന്നുന്നത് കൊണ്ട്, പെയിൻ കൊണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ അവൻ കരയുന്നത്. പക്ഷേ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാണ്ടിരിക്കാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം ഒന്ന് അവരുടെ കൂടെ ഇരുന്ന് ഇപ്പോൾ ഇൻസ്റ്റയിൽ റീലെടുക്കലൊക്കെയാണ് കേട്ടോ പരിപാടി. ഇപ്പോൾ ഈ ഒരു നേരത്തൊക്കെയാണ് ഞങ്ങളിങ്ങനെ ഇരുന്നിട്ട് ഇൻസ്റ്റയിൽ റീലൊക്കെ എടുക്കുക. അപ്പോൾ കണ്ണന് ഇങ്ങനെ കരഞ്ഞ് വാശിയൊക്കെ പിടിച്ചിരിക്കുകയാണെങ്കിൽ റീലൊക്കെ എടുക്കുമ്പോൾ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ആൾക്ക് ഇഷ്ടമാണ്, ഭയങ്കര സന്തോഷമാണ്.
അപ്പം അന്ന് എന്തോ ചേട്ടനിരുന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, പിള്ളേരുകളുടെ കൂടെ ഒരു ഫോട്ടോ എടുത്തതാന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടാളെയും മടിയിൽ വെച്ചിരുന്ന് ഫോട്ടോ എടുക്കലൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ഒരു സമയം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഫാമിലി ടൈമാണ് കേട്ടോ. ഞങ്ങൾ ഞാനും ചേട്ടനും ഇരുന്ന് വർത്താനം പറയലൊക്കെ വളരെ കുറവാണ്. പിള്ളേരുകളുടെ കൂടെ ഇരുന്നിട്ടുള്ള അവരുടെ കൂടെയുള്ള നിമിഷങ്ങളാണ് കേട്ടോ ആ ഒരു സമയം എന്ന് പറയുന്നത്. ആ സമയത്തൊക്കെ തന്നെയാണ് ഞങ്ങൾ കൂടുതൽ റീൽസ് എടുക്കലും കാര്യങ്ങളും. പിന്നെ ചേട്ടന് ഇപ്പം ഇങ്ങനെ ഫോൺ പിടിച്ച് നടക്കുമ്പോൾ ഓരോ സംശയങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ തീർത്ത് കൊടുക്കലും. അതിൻ്റെ ഇടയിൽ കൂടെ കല്യാണി അപ്പോൾ അന്ന് പയറ് മതി നാളേക്ക് സ്കൂളിലേക്ക് എന്ന് പറഞ്ഞപ്പോൾ, അപ്പോൾ അങ്ങനെയുള്ളത് അരിഞ്ഞു വെക്കാനുള്ളതൊക്കെ ഞാൻ തലേ ദിവസം അരിഞ്ഞു വെക്കും കേട്ടോ. കിടക്കുന്നതിന് മുൻപ് അങ്ങനെ അരിഞ്ഞു വയ്ക്കും പച്ചക്കറികളൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ പിന്നെ നേരെ വെളുക്കുമ്പോൾ അത് കറി ഉണ്ടാക്കിയാൽ മതിയല്ലോ. പിന്നെ പലഹാരം അങ്ങനെയൊക്കെ ആക്കി പിന്നെ ചിലപ്പോൾ ചാറ് കറിയൊക്കെ വയ്ക്കുന്നത് കല്യാണിയൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷമായിരിക്കും. അപ്പോൾ അതൊക്കെ അരിഞ്ഞ്, അപ്പോൾ കണ്ണൻകുട്ടിയാണെങ്കിൽ ഇപ്പോൾ ആ ഒരു സമയത്ത് ഇപ്പോൾ കല്യാണി ഭയങ്കര പഠനത്തിലാണ്, ഭയങ്കര പഠിപ്പിലാണ്. അപ്പോൾ ആ സമയത്ത് കണ്ണൻ ചേട്ടൻ്റെ അടുത്ത് ഇരുന്ന് TV കാണലും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ എന്താ പറയുക, ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഓരോ രാത്രികാല വിശേഷങ്ങളെന്നൊക്കെ പറയുന്നത്. എല്ലാവരുടെയും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കില്ല. പക്ഷേ ആദ്യം എന്നൊക്കെ പറയുമ്പോഴേ ഞാനും കണ്ണനും കല്യാണം തന്നെ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഒറ്റപ്പെടലൊന്നും എനിക്ക് ഫീൽ ചെയ്യാറില്ല. ഞാൻ എൻ്റെ സന്തോഷങ്ങൾ ഞാൻ തന്നെ സ്വയം കണ്ടെത്താനായിട്ട് ശ്രമിക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ എന്താ പറയുക, ചില സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഒറ്റപ്പെടലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് നല്ലപോലെ ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്താണെന്നറിയില്ല. പക്ഷെ അതിൽ നിന്നൊക്കെ ഞാൻ തന്നെ വിചാരിച്ചാൽ മാത്രമേ എനിക്ക് അതിൽ നിന്നൊക്കെ കയറി വരാൻ പറ്റുള്ളൂ. ഞാനിങ്ങനെയൊന്നും ആയിരുന്നില്ല. ഞാൻ ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരു പ്രകൃതമായിരുന്നില്ല എനിക്ക്. പക്ഷെ ഇപ്പം ഞാൻ എന്തൊക്കെയോ പലതിനെയും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ അതൊന്നുമല്ല ലൈഫ്. നമ്മളുടെ സന്തോഷം, നമ്മളുടെ മുന്നോട്ടുള്ള ജീവിതം എന്നൊക്കെ പറയുന്നത് നമ്മൾ തന്നെ സന്തോഷകരമാക്കാനായിട്ട് ശ്രമിച്ച് നമ്മൾ തന്നെ സന്തോഷകരമാക്കേണ്ട കാര്യങ്ങളാണ് അല്ലേ. അതിനൊന്നും നമ്മൾക്ക് വേണ്ടിയിട്ട് ഒരാൾ സപ്പോർട്ടായിട്ട് ഉണ്ടാവുമെന്ന് വരില്ല. എല്ലാ കാലവും നമുക്കൊരാളും സപ്പോർട്ട് ഉണ്ടാവില്ല. നമ്മൾക്ക് സപ്പോർട്ട് നമ്മൾ തന്നെയായിരിക്കുമല്ലോ. ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കി ജീവിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാലത്ത് നമ്മൾ വിഷമിക്കേണ്ടതായിട്ട് വരും. കാരണം നമ്മൾ സന്തോഷിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് ഒരാളും അങ്ങനെ എന്താ പറയുക പ്രയത്നിക്കില്ല. നമ്മൾ സന്തോഷത്തിന് വേണ്ടി നമ്മൾ മാത്രം പ്രയത്നിക്കണം. നമ്മൾ മാത്രം പ്രയത്നിച്ചാലേ നമുക്ക് മുന്നോട്ട് സന്തോഷത്തോടു കൂടെ പോകാനായിട്ട് പാടുള്ളൂ. ഞാൻ പക്ഷെ അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു എൻ്റെ സന്തോഷങ്ങൾ ഞാൻ തന്നെ കണ്ടെത്തി. ചിലപ്പോൾ ഇപ്പോൾ നമ്മുടെ ചാനലാണെങ്കിൽ പോലും എനിക്ക് സ്റ്റാർട്ടിങ്ങിലൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക കളിയാക്കലുകളും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ വിട്ടുകൊടുത്തില്ല. എനിക്കതിൽ നിന്ന് വിജയം നേടിയെടുത്തേ മതിയാവൂ എന്നുള്ളതിൽ ഞാൻ പ്രയത്നിച്ച് തന്നെയാണ് നമ്മളിപ്പോൾ ഇവിടെ വരെ എത്തിയെന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ വ്യൂസൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഷോക്കാണ്. എന്നാലും എന്താ പറയുക, ഇപ്പോൾ ഒരു സന്തോഷകരമായ ജീവിതമൊക്കെ നമുക്ക് കിട്ടിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് പലപ്പോഴും ഇങ്ങനെ ഇപ്പോൾ ഒരു ഭയങ്കര ഒറ്റപ്പെടൽ ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ. അത് നമ്മളൊരു കാര്യത്തിൽ മാത്രം അങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴേ ഞാൻ അതിലേക്ക് മാത്രം ഒരു ശ്രദ്ധ കൊടുക്കുന്നൊരു അങ്ങനത്തെ ഒരു ഇതും കൂടി ഉണ്ട് എനിക്ക്. അപ്പോൾ അങ്ങനെയൊന്നുമല്ല, നമ്മുടെ ചുറ്റിനും നടക്കുന്ന കാര്യങ്ങൾ അറിയാണ്ട് നമ്മൾ ഏതൊരു കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ചിട്ടും ഒരു കാര്യമില്ല. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ചേട്ടനിരുന്നിട്ട് നമുക്കെന്ന് വെച്ചാൽ ഫോട്ടോ എടുക്കാം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നേരമൊക്കെ അങ്ങനെ ഇരുന്നു കേട്ടോ. പിന്നെ എന്തോ TV-യിൽ പാട്ടും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴൊക്കെ കല്യാണിയുടെ വക ഡാൻസ്, ഭയങ്കര ഡാൻസും കൂത്തൊക്കെ. അപ്പോൾ കണ്ണനാണെങ്കിൽ അതിങ്ങനെയുള്ള ഡാൻസുകളും കാര്യങ്ങളും അടിച്ചുപൊളി. ഞാൻ പറയാറുണ്ടല്ലോ, അവൻ്റെ കൂടെ തുള്ളാനൊക്കെ കുത്തിരുന്ന് കഴിഞ്ഞാൽ അവനിങ്ങനെ നമ്മളേലും വലിയ ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അവൻ ഹാപ്പി ആയിട്ടിരിക്കുന്നത് കാണുമ്പോൾ നമുക്കും അത് സന്തോഷമാണ്. പിന്നെ എനിക്കും അത് അങ്ങനെയുള്ള നിമിഷങ്ങളൊക്കെ ഞാൻ മാക്സിമം എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. പക്ഷെ ചില സമയത്തൊന്നും നമുക്ക് പറ്റില്ല. എന്നാലും ഞാൻ അവർക്കെങ്കിലും സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ അവരുടെ കൂടെ അങ്ങനെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാറുണ്ട്. പിന്നെ കിടക്കുന്നതിന് മുൻപ് എന്തായാലും ഞങ്ങളൊന്ന് പുറത്തേക്ക് പോവും. ഫ്രണ്ടിലൊന്ന് കുറച്ച് നേരം ഇരിക്കും. കണ്ണനൊന്ന് നമ്മുടെ ചന്ദ്രനെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കും. ചില ദിവസങ്ങളിൽ ഞാനിങ്ങനെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ കുറച്ച് നേരമൊക്കെ നടക്കും. അപ്പോൾ അതൊക്കെ എനിക്കൊരു സുഖം ഉണ്ടാവാറുണ്ട്. കിടക്കുമ്പോഴൊക്കെ പിന്നെ ഒരു സുഖമൊക്കെ കിട്ടാറുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കുറച്ച് നേരം വർത്താനം. അപ്പോൾ ചിലപ്പോൾ റോട്ടിൽ കൂടെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അപ്പോൾ അവരൊന്ന് വരും, വർത്താനമൊക്കെ ഒന്ന് പറയും. അങ്ങനെയൊക്കെ ആയിട്ടാണ് രാത്രി കാലങ്ങളിലുള്ള നമ്മളുടെ ഒരു ഇത്. TV കാണലൊക്കെ വളരെ കുറവാട്ടോ. എനിക്ക് TV കണ്ടിരിക്കുന്ന പരിപാടിയേ ഇല്ല. എനിക്കിഷ്ടമൊക്കെയാണ് സിനിമ കാണാനും TV കാണാനൊക്കെ ഇഷ്ടമാണ്. പക്ഷെ ഇപ്പം എന്താ അതിനുള്ളൊരു ക്ഷമയൊന്നും ഇല്ലാത്തതുപോലെയാണ് ചില സമയത്തൊക്കെ. അപ്പോൾ സിനിമകൾ തന്നെ ഒരുപാട് സിനിമകളൊക്കെ നമ്മളിങ്ങനെ ഡൗൺലോഡ് ചെയ്തൊക്കെ ഇട്ടിട്ട്
കാണാണ്ട് ഇങ്ങനെ കിടക്കുകയാണ് സിനിമകൾ. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കും രാത്രിയിലൊക്കെ നമുക്കത് മനസ്സിനൊക്കെ ഒരു സുഖമല്ലേ സിനിമയൊക്കെ. എനിക്കിഷ്ടം, ഭയങ്കര ഇഷ്ടം സിനിമ കാണുന്നതൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ അത് നല്ല നല്ല സിനിമകളാണെങ്കിൽ നമ്മളെ കുറേ നേരത്തേക്ക് നമ്മുടെ മൈൻഡ് ഭയങ്കര കൂളായിരിക്കും, റിലാക്സ് ആയിരിക്കും. അപ്പോൾ എനിക്കിഷ്ടമാണ്. പക്ഷെ ചില സമയത്ത് ഇപ്പോൾ എനിക്കതിനുള്ളൊരു ക്ഷമ കിട്ടാറില്ല. അപ്പോൾ അങ്ങനെ ടി വി കാണൽ വളരെ കുറവ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വീട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ അമ്മ എപ്പോഴും സീരിയലൊക്കെ വെച്ച് ഇങ്ങനെ ഇടും. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ സീരിയലൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഞാൻ ഒരിക്കൽ അതിലിങ്ങനെ കഥകൾ അപ്പോൾ നാളെ എന്താവും എന്നുള്ളൊരു ഇതൊക്കെ. പക്ഷേ അങ്ങനെ ഒരു ഇതൊന്നും ഇല്ല കേട്ടോ. അങ്ങനത്തെ ഒരു എന്താ പറയുക, അതിനോടൊരു ഇൻട്രസ്റ്റ് ഇല്ല എനിക്ക്. സീരിയലാണെങ്കിലും അങ്ങനെ കുറേ നേരം ടി വി കണ്ടിരിക്കുന്നതാണെങ്കിലും ഉണ്ടായിരുന്നു കേട്ടോ, ഇൻട്രസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. നല്ല സിനിമകൾ കണ്ടു കഴിഞ്ഞ് ഇരുന്ന് കണ്ടിരുന്നൊരു സമയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എന്തോ അങ്ങനെയുള്ളതൊന്നുമില്ല. അപ്പോൾ കല്യാണിക്കാണെങ്കിൽ മൈലാഞ്ചി ഇടണമെന്നോ ക്യൂടെക്സ് ഇടണമെന്നോ ഒക്കെ പറഞ്ഞിട്ടുള്ള അംഗമൊക്കെ ആയിരുന്നു കേട്ടോ ആ ഒരു സമയത്ത്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേ പിന്നെ കിടക്കാൻ ഞങ്ങൾ റൂമിലേക്ക് വന്നു. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് നേരം നമ്മുടെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കണ്ണിന് ഭയങ്കര പ്രശ്നം വരുന്നുണ്ട്. കണ്ണ് നമ്മൾ ഈ ഫോണിൽ തന്നെ എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെ. അപ്പോൾ ഞാൻ ചിലപ്പോഴൊക്കെ ഇപ്പോൾ ലാപ്പിൽ എഡിറ്റ് ചെയ്യലും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഇത്തിരി എനിക്ക് എന്താ പറയുക, പണി കൂടുതൽ പോലെയൊക്കെ തോന്നും. കാരണം നമ്മൾ ഫോണിൽ വീഡിയോസൊക്കെ എടുത്ത് വെച്ച് പിന്നെ അത് ലാപ്പിലേക്ക് കോപ്പി ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര പണി കൂടുതൽ പോലെ തോന്നാറുണ്ട്. പക്ഷേ കുറച്ചും കൂടെ ക്ലാരിറ്റിയും കുറച്ചും കൂടെ നല്ല ക്വാളിറ്റിയും ഒക്കെയുള്ള വീഡിയോസുകൾ നമുക്ക് എക്സ്പോർട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും ലാപ്പിൽ ചെയ്യുമ്പോൾ. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങളും കൂടെ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്കതിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ചില ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ തന്നെ ഞാൻ എൻ്റേതായ രീതിയിൽ ഞാൻ തന്നെ പഠിക്കാനായിട്ട് ഇങ്ങനെ കുറച്ച് നേരങ്ങളൊക്കെ അതിന് വേണ്ടി ഇരിക്കാറുണ്ട്. അപ്പം നൈറ്റിൽ ഈ ഒരു കിടക്കാൻ പോകുന്ന സമയത്ത് മിക്ക ദിവസങ്ങളിൽ ഞാൻ കുറച്ച് നേരം അതൊന്ന് തുറന്ന് വെച്ച് ഇങ്ങനെ ഇരിക്കും. പിന്നെ എനിക്കെന്തോ ചില സമയത്തൊക്കെ മടി തോന്നും. അപ്പം ഞാൻ വിചാരിക്കും ഇതെന്തിന് ഇപ്പോൾ ഈ പാട് കഴിക്കണേ ഫോണിൽ തന്നെ. അപ്പോൾ അതാകുമ്പോൾ ഞാൻ കണ്ണനെയും കല്യാണിനെയും ഒക്കെ ഉറക്കുന്ന സമയത്താണെങ്കിലും ഞാനത് അവിടെ ഇങ്ങനെ കിടന്നും കൊണ്ട് ഫോണിൽ തന്നെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യും. അല്ല നമ്മുടെ കയ്യിൽ എപ്പോഴും ഫോൺ ഉണ്ടാവില്ല. പിന്നെ ലാപ്പ് തുറന്ന് വെച്ച് ഇങ്ങനെ ഇരിക്കേണ്ട മടിക്കൊക്കെ ഞാൻ പിന്നെ അതെന്തെങ്കിലും ആവട്ടെ പിന്നെ പഠിക്കുക അങ്ങനെയൊക്കെയുള്ള എല്ലാം പിന്നത്തേക്ക് എന്ന് വയ്ക്കുന്ന ഒരു പരിപാടി. അതാണ് ഏറ്റവും പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും നമ്മളെ ഒന്നിലേക്കും എത്തിക്കാത്തൊരു കാര്യമാണത്. നാളെ നീളെ നമ്മളിങ്ങനെ പറയുന്ന കാര്യമുണ്ടല്ലോ, അത് നമ്മൾ എന്തും നാളെ ചെയ്യാം അല്ലെങ്കിൽ പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് മാറ്റി വയ്ക്കുന്നൊരു സ്വഭാവമുള്ളവരാണോ നമ്മൾ എവിടെയും എത്താൻ പോണില്ല. നമ്മളൊരു കാര്യം വിചാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓൺ ദ സ്പോട്ടിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം നടന്നു എന്ന് പറയാം. ചില സമയത്ത് ഞാൻ അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അത് അപ്പോൾ ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു ഇതൊക്കെ വരുമ്പോൾ എന്നോട് പലരും പറയാറുണ്ട് എടുത്തുചാട്ടാണ്, വാശിയാണെന്നൊക്കെ. പക്ഷെ അങ്ങനെയല്ല. എൻ്റെ ലൈഫിൽ ഞാൻ എന്തൊരു കാര്യം ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും തീരുമാനം എടുക്കുകയാണെങ്കിൽ അത് അപ്പോൾ തന്നെ ഒരു തീരുമാനം എടുക്കുക, കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ളൂ. നാളേക്ക് നീട്ടി വെച്ചിട്ടുള്ള എന്തൊരു കാര്യമാണ്. ഇപ്പോഴും ഒരുപാട് കാര്യം പെൻഡിങ്ങിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അത് ഞാൻ നാളെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നാളെ നീണ്ട് ഇപ്പോൾ മാസങ്ങളും വർഷങ്ങളും ഇങ്ങനെ കഴിഞ്ഞ് നിൽക്കുന്ന കാര്യങ്ങളുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ച് ആ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ആ ഒരു കാര്യം നടന്നു എന്ന് പറയാം. അല്ലാത്ത കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ പെൻഡിങ്ങിൽ ഇങ്ങനെ കിടക്കും. പിന്നെ കല്യാണം എടുത്ത് വന്നെന്ന് കഴിഞ്ഞാൽ ഞാനത് വേഗം ഷട്ട് ഡൗൺ ചെയ്ത് എടുത്ത് വെക്കിട്ട് അവൾ ആ ഇതിലൊക്കെ കീപാഡിലൊക്കെ ഇങ്ങനെ വെറുതെ കുത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ ഞാൻ അവളുടെ എടുത്ത് വെച്ചിട്ട് ലാപ്പ് യൂസ് ചെയ്യൽ വളരെ കുറവ്. ആൾക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. പക്ഷെ അതിങ്ങനെ കീപാഡിലിട്ട് കുത്താനായിട്ട് നല്ല സുഖമാണല്ലോ. അപ്പോൾ ആളത് കാണുമ്പോൾ ആളിങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഇനിയിപ്പോൾ അത് കംപ്ലൈൻ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനത് അങ്ങനെ എടുക്കാറില്ല കേട്ടോ അവളുടെ മുന്നിൽ വെച്ചിട്ട്. പിന്നെ ഇപ്പോൾ കിടക്കാൻ പോകേണ്ട സമയമൊക്കെ ആയി. ഞങ്ങൾ 3 ആളും കൂടെ കിടക്കുക. അപ്പോൾ 2 ആളിനെ സെൻറ്ററിൽ കിടത്തിയിട്ടാണ് ഞാൻ ഉറക്കമുള്ളൂ. അത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ കണ്ണനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കും എന്നൊക്കെ ചെയ്യും ഉറങ്ങി കഴിയുമ്പോൾ. അല്ലാതെ കല്യാണിനെ ഏറ്റത്ത് കിടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾ കട്ടിലിൽ നിന്ന് വീഴും. പക്ഷേ 2 ആൾക്ക് എൻ്റെ അപ്പുറത്തും കിടക്കണം എന്നുള്ളൊരിതാണ്. പക്ഷേ കല്യാണിനെ അറ്റത്ത് കിടത്താനും പറ്റില്ല. അങ്ങനെ ഞങ്ങൾ കിടക്കാനൊക്കെ വന്നു കേട്ടോ. കിടക്കാൻ വരുന്ന നേരത്ത് ഭയങ്കര ഗുസ്തി മങ്കമൊക്കെയാണ് കല്യാണിയുടെ വക. കണ്ണൻകുട്ടീനെ കൊണ്ട് അങ്ങനെ കുഞ്ഞു കുറുമ്പുകളൊന്നും ഇല്ല കേട്ടോ. പക്ഷെ കല്യാണിയുടെ വക ഭയങ്കര കുറുമ്പുകൾ. ആ സമയത്ത് അവൾക്ക് ഇല്ലാത്ത കാര്യങ്ങളുണ്ടാവില്ല. അപ്പോൾ ആ സമയത്ത് അവൾക്ക് ടി വി കാണാൻ തോന്നും, പഠിക്കാൻ തോന്നും, ഇത് അവളുടേതായ വാശികൾ. അവസാനം ഞാൻ പറയും നല്ല കുട്ടിയായിട്ട് കിടന്ന് ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നാളെ സ്കൂളിൽ വിടില്ല എന്ന് പറയും. ലാസ്റ്റത്തെ വാഗ്ദാനമാണ് കേട്ടോ അത്. അപ്പോൾ അതിൽ ചിലപ്പോൾ ആളൊന്ന് വീഴും. ഞാൻ വേഗം നല്ല കുട്ടിയായിട്ട് കിടന്ന് ഉറങ്ങാം, നാളെ എന്നെ സ്കൂളിൽ വിടണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നല്ല കുട്ടിയായിട്ട് അവൾ കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്യട്ടെ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ രാത്രികാല വിശേഷങ്ങളെന്ന് പറയുന്നത്. എല്ലാവർക്കും നമ്മളുടെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് കാണുന്നു തന്നെ വിശ്വസിക്കുകയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കട്ടെ. ടാറ്റാ, ബൈ ബൈ.